തോട്ടപ്പള്ളി വഴി കടന്നു വരികയാണ് VS. തന്റെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കിടയിലൂടെ ഇതാ VS കടന്നു വരികയാണ്. തോട്ടപ്പള്ളി ചീപ്പിന്റെ ഇരുഭാഗങ്ങളിലും നിൽക്കുന്ന മനുഷ്യർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ചീപ്പിന്റെ മറുകരയിലേക്ക് നീങ്ങുകയാണ് പ്രിയപ്പെട്ട VSന്റെ വാഹനം. പ്രിയപ്പെട്ട സഖാവിന് വിട നൽകിക്കൊണ്ട് കൂടെ ഓടുന്നവരെ നമുക്ക് കാണാം. അതിൽ സ്ത്രീകളുണ്ട്. ഒരു നോക്ക് കാണാൻ ചീപ്പിന്റെ ഇപ്പുറത്തെ കരയിൽ കഴിയാതിരുന്ന മനുഷ്യർ അവർ മറുകരയിൽ ചീപ്പിന്റെ മറുഭാഗത്തെത്തി VSനെ കാണാൻ കാത്തു നിൽക്കുകയാണ്. പ്രസാദ്, ചീപ്പിന്റെ മറുകരയിലേക്ക് എത്തുകയാണ് VSനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രാ വാഹനം. ശാശ്വതമാക്കുമെന്നുള്ളതാണ്. എത്രയെത്ര മനുഷ്യര് വഴിവക്കിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഒരു കാരണം അവർ പോയി. അതെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് 5 വർഷം ഞാൻ അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ അംഗമായിരുന്നു. ഞാൻ 5 വർഷം മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷന്റെ ഉറവാക്കിയിട്ടുണ്ടായിരുന്നു. ദീർഘമായ 10 വർഷക്കാലത്തെ VSുമായിട്ടുള്ള ബന്ധം അതിന്റെ അടിസ്ഥാനത്തിൽ VSനെ ഒരു നോക്ക് കാണാനായി ഇവിടെ വന്നു. VS ഇല്ലാതാകുമ്പോൾ ഒരു വലിയ വിടവുണ്ടാവുന്നുണ്ട്, ഒരു ശൂന്യത ഉണ്ടാവുന്നത് പോലെ തോന്നുന്നുണ്ട് ജനങ്ങൾ. VSന് പകരം വെക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് VSന്റെ നഷ്ടം ഒരു നഷ്ടം തന്നെയാണ്, തീരാ നഷ്ടം എന്നാണ്. അപ്പോൾ സഖാവിനെ കാണാൻ വേണ്ടി നിയമസഭയിലെയും മന്ത്രിസഭയിലെയും പഴയ അംഗങ്ങൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS ഒരാവേശമായി നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് VSന് ഇത്രയധികം ഹൃദയത്തിൽ നിന്നൊരു മുദ്രാവാക്യം ഉയർത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകർ കാണുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂർ അമ്പലപ്പുഴയിലേക്ക് വന്നു. പാനൂരിൽ നിന്ന് വരികയാണ്. ഇന്നലെ രാത്രി പുറപ്പെട്ടു. ഒരു നോക്ക് കണ്ട് ഇനി റിക്രിയേഷൻ ക്ലബിലേക്ക് പോയി അവിടെ വെച്ച് VSനെ കണ്ട് മടങ്ങാനാണ്. VSനെ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? 8 മണിയായപ്പോൾ തൊട്ട് നിൽക്കുന്ന 8 മണിയായപ്പോൾ ഞങ്ങൾ 6 മണിയായപ്പോൾ നിൽക്കാൻ തുടങ്ങി VSനെ കാണാൻ വേണ്ടി. ഒരു കാത്തിരിപ്പ് ഒരു നേതാവിന് വേണ്ടി. ഞങ്ങൾ അത്രയും നല്ല പ്രിയ നേതാവായ ഇല്ല, കണ്ടിട്ടില്ല. അവസാനം കാണാൻ പോകുന്നത് അന്ത്യയാത്ര. ഇടുക്കിയിൽ നിന്ന് വരിക രാത്രി 12 മണിക്ക് ഇറങ്ങി വന്നു. ഈ സഖാവിനെ ഒരു നോക്ക് കണ്ടിട്ടേ പോകുള്ളൂ. ഞങ്ങളുടെ വിപ്ലവ വീര്യനല്ലേ, വളരെ സങ്കടമാണ്. ഓരോ മനുഷ്യനാണ്. VS ആണ് കേരളത്തിന്റെ പുണ്യാളൻ. കേരളത്തിന്റെ പുണ്യാളൻ.
നമുക്കിപ്പോൾ കാണാം ഒരു ആൾക്കൂട്ടം ഇവിടെയും രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടെ VS-നെ ഒന്ന് കാണാൻ വകഞ്ഞു മാറ്റാൻ സംഘാടകർ ശ്രമിക്കുന്നുണ്ട് ആളുകളെ. പക്ഷേ ആ ജനക്കൂട്ടം ഞങ്ങളുടെ പ്രിയപ്പെട്ട VS-നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തോട്ടപ്പള്ളിയിലെ കാഴ്ചകൾ നമ്മൾ കാണുന്നു. തോട്ടപ്പള്ളിയിൽ നിന്ന് ഈ വാഹനം പുറപ്പെടുകയാണ്. അടുത്തതായി ഇനി പോകുന്നത് പുറക്കാടേക്കാണ്. അടുത്തതായി പുറക്കാട്, അതിനുശേഷം അമ്പലപ്പുഴ ടൗൺ, പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ. നോക്കൂ, അമ്പലപ്പുഴയിലേക്ക് എത്തുമ്പോൾ VS-ന്റെ രാഷ്ട്രീയ തട്ടകമാണ് അമ്പലപ്പുഴ. 1965 മുതൽ VS അമ്പലപ്പുഴയിൽ മത്സരിച്ചു. അതിനുശേഷമാണ് മാരാരിക്കുളത്തേക്ക് മാറിയത്. VS ആലപ്പുഴയുടെ ഹൃദയമാണ്. അപ്പോൾ ആ ഹൃദയം നിലച്ചു പോയതിന്റെ വേദനയാണ് ഇവിടെ എല്ലാ മനുഷ്യരിലും കാണുന്നത്. അപ്പോൾ ആലപ്പുഴയുടെ ഹൃദയത്തിലൂടെ VS ഇപ്പോൾ കടന്നു പോവുകയാണ്, വേദനയോടെ കടന്നു പോവുകയാണ്. VS ഇല്ല എന്ന ഒരു നിമിഷം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്ര പേരാണ് VS-ന് വേണ്ടി തൊണ്ടപൊട്ടി ഇവിടെ മുദ്രാവാക്യം മുഴക്കുന്നത്? തീർച്ചയായും നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല പ്രായത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്, പല തരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവരും ഒരേപോലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തങ്ങളുടെ പ്രിയപ്പെട്ട VS-ന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്. ഇത്രയധികം സ്നേഹിക്കപ്പെട്ടിരുന്നു VS എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വാഹനങ്ങളുടെ നീണ്ട നിര, ഈ നിരകളെല്ലാം പിന്നിട്ട് വേണം ഇനി വീട്ടിലേക്കുള്ള മടക്കം. പുന്നപ്രയിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ മടങ്ങി വരികയാണ്. തോട്ടപ്പള്ളി ചീപ്പ് കടന്ന് ഇതാ വരികയാണ്. ആ VS-നെ കാണാൻ കാത്തു നിൽക്കുന്ന ആബാലവൃദ്ധം ജനങ്ങൾ, ബസ്സിനുള്ളിൽ ഇരുന്നു കൊണ്ട് VS വരുമ്പോൾ ഒരു നോക്ക് VS-നെ കാണാൻ കഴിയുമെന്ന് കരുതി ജനലിലൂടെ നോക്കുന്ന ആളുകൾ, അവർക്കെല്ലാവർക്കും VS-നെ ഒന്ന് കണ്ടാൽ മതി. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിലുള്ളവരെ നമുക്ക് കാണാം. തിരക്ക് നിയന്ത്രിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തോട്ടപ്പള്ളി എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോഴും വേലിക്കകത്തെ വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കാൻ സാധിക്കാത്തത്ര തിരക്ക്. തോട്ടപ്പള്ളി പിന്നിട്ട് വാഹനം മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. നമ്മൾ അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പുറക്കാടേക്കാണ്. മുൻപ് VS അച്യുതാനന്ദൻ വേലിക്കകത്ത് വീട്ടിലേക്ക് വരുമ്പോൾ, ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ മനുഷ്യർ VS-നെ കാണാൻ ചെല്ലുമായിരുന്നു. പരാതികളുമായി, ചെറിയ ആവശ്യങ്ങളുമായൊക്കെ VS-നെ കാണാൻ എത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ VS എത്തുന്നത് നിശ്ചലമായിട്ടാണ്. അപ്പോൾ അതിന്റെ വേദനയിൽ കണ്ണുനീരുമായിട്ടാണ് VS-നെ ഇവിടെ ആലപ്പുഴക്കാർ ഇപ്പോൾ വരവേൽക്കുന്നത്. അപ്പോൾ VS ഇല്ല എന്നൊരു യാഥാർത്ഥ്യം. വിദേശപാടി വിലാപയാത്രാ വാഹനത്തിനൊപ്പം നമ്മൾ നടക്കുകയാണ്. വിലാപയാത്രാ വാഹനം ഇപ്പോൾ തോട്ടപ്പള്ളി പിന്നിട്ടിരിക്കുന്നു. ഇനി പുറക്കാടേക്കാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ, പ്രിയപ്പെട്ട VS-നെ ഒരു നോക്ക് കാണാൻ വാഹനം പതുക്കെയാക്കി ഒരു നോക്ക് കാണാനുള്ള അവസരം എല്ലാവർക്കും കൊടുക്കുന്നു. അടുത്തിരിക്കുന്നുണ്ട് മകൻ VA അരുൺകുമാർ. അച്ഛനെ ഇത്രയേറെ സ്നേഹിക്കുന്ന ജനതയെ കണ്ട് ആ മകൻ തന്റെ അച്ഛൻ എത്രത്തോളം വലുതായിരുന്നുവെന്ന് വീണ്ടും വീണ്ടും തിരിച്ചറിയുകയാണ്. ഇത്രയേറെ മനുഷ്യർ അച്ഛനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് അരുൺ ഇപ്പോൾ ആലോചിക്കുകയാണ്. പുറക്കാടേക്ക് വരികയാണ്. പുറക്കാടേക്ക് VS ഇതാ എത്തുകയാണ്. തന്റെ കർമ്മഭൂമിയിലേക്ക്, അമ്പലപ്പുഴയിലേക്ക്, പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ട അമ്പലപ്പുഴയുടെ മണ്ണിലേക്ക് ഇതാ VS കടക്കുകയാണ്. ഡോക്ടർ അരുൺ. ആലപ്പുഴയിലെ തട്ടകത്തിൽ നിന്നാണ് നിയമസഭാ സാമാജികനായി ഒരു രാഷ്ട്രീയ കാലം തുടങ്ങുന്നത്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാലമാണ്. കണ്ഠമിടറുമാറ് ഉച്ചത്തിൽ അവർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും VS-എ കണ്ണേ കരളെ VS-എ എന്ന് വിളിക്കുന്നു. നിയമസഭാ സാമാജികനായി ആദ്യ മത്സരത്തിൽ അമ്പലപ്പുഴ പരാജയപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ നിന്ന് പിന്നീട് വിജയിച്ചു കയറിയ VS അച്യുതാനന്ദൻ നിയമസഭാ സാമാജികൻ നിയമസഭാ ചരിത്രത്തിലെ ഒരു അധ്യായമായി മാറുകയായിരുന്നു. നിയമസഭയിൽ അമ്പലപ്പുഴയിൽ നിന്ന് ലഭിച്ച കരുത്ത്, കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിച്ച് അവിടെ നിന്ന് കിട്ടിയ കരുത്ത്, കർഷക തൊഴിലാളികളുടെ നിയമവുമായി ബന്ധപ്പെട്ട്, ചെത്തുതൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലടക്കം എത്രയെത്ര സാർത്ഥകമായ നിയമനിർമ്മാണ പ്രക്രിയയിൽ VS അച്യുതാനന്ദൻ പങ്കാളികളായി. ആ VS അച്യുതാനന്ദന്റെ നിർഭയമായ നിലപാടിൽ 1992 VS അച്യുതാനന്ദൻ നിയമസഭയിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവായി ഒരു കാലം പിറക്കുകയായിരുന്നു. 3 തവണ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. ഒരു തവണ മുഖ്യമന്ത്രി. ഇവിടെ മുഴുവൻ ജനക്കൂട്ടം എന്ന് പറയുന്നത് പുന്നപ്രയിലെ ആളുകൾ മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്ന്